ആൻഡ് വെൽക്കം ബാക്ക് ടു ഹനാസ് ബുക്ക് ഓഫ് ജോയ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. പൈനാപ്പിൾ ആൻഡ് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസിയായ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് നമ്മൾ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇതിനാവശ്യമായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട നമുക്ക് മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. തണുപ്പില്ലാത്ത മുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൗഡർ ഷുഗറാണ്, അതായത് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല, നിങ്ങൾക്കല്ലാത്ത പഞ്ചസാര ഇടാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 6 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു 6 to 7 ടീസ്പൂൺ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്, അതല്ലെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പാണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതേ ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ എടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയും പൈനാപ്പിളോ വാനില ചോക്ലേറ്റ് അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു 3 ബൗൾ എടുക്കുന്നുണ്ട്. നമുക്ക് 3 ബൗൾ മൊത്തത്തിൽ ആവശ്യമുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം 3 ബൗൾ സെറ്റ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ബൗളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പും മൈദ മാവ് എടുക്കണം. 1.5 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ കപ്പ് ഏകദേശം ഒരു 150 to 180 ml ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാവ് എടുക്കാം. അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഈ മാവിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ. ഇനി ഈ മാവിൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്താനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നമ്മുടെ മാവിൻ്റെ കൂടെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ, സോഫ്റ്റായി വരുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് 2 ബൗളിലേക്ക് സെയിം ഈക്വൽ എമൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം ഞാനാണെങ്കിൽ മറ്റൊരു ബൗളിലേക്ക് ഒരു ഈക്വൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വലായിട്ട് തന്നെ ഇത് ഷെയർ ചെയ്ത് വെച്ചില്ല എങ്കിൽ കേക്ക് കുറച്ച് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മിൽക്കോ വാട്ടറോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഫ്ലോർ ഇല്ലേ, അത് ഈക്വൽ എമൗണ്ടിൽ 2 ബൗളിലേക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പിൽ ഞാനിവിടെ കൊക്കോ പൗഡർ എടുക്കുന്നു. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കപ്പിൽ ഏകദേശം 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം 2ാമത്തെ കപ്പിൽ ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവർ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 സ്പൂൺ ഉപയോഗിക്കുക. അല്ലാതെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് അതേ സ്പൂൺ കൊണ്ട് തന്നെ പോയി പൈനാപ്പിൾ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഹോർലിക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ട്രയലായിരുന്നു അത്. എനിക്ക് ഹോർലിക്സ് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഹോർലിക്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് എങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കുക, ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മൾ എക്സ്ട്രാ ഹോർലിക്സും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിനേക്കാളും ബെസ്റ്റ് മിൽക്ക് തന്നെയായിരിക്കും. നമ്മുടെ ബാറ്റർ നല്ല ലൂസാക്കി എടുക്കാനായിട്ട്, ഒരുപാട് ലൂസായി പോകരുത്. ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു ഏകദേശം നിങ്ങൾക്ക് 2
ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക, അതിൽ കൂടാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ബാറ്ററും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ടിട്ട് വിസ്ക് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനത് ഫാസ്റ്റ് മോഷനിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കാണുന്നതാണ്. ഇനി ഈ ബാറ്ററിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു 1 ടീസ്പൂൺ ഓഫ് വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മുടെ ബാറ്റർ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ആദ്യം ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ നമ്മൾ ഗ്രീസ് ചെയ്ത ചിന്നിലോട്ട് ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ബാറ്ററും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ആ ഒരു എന്താ പറയുക മാർബിൾ കേക്ക് ഇഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫാസ്റ്റിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഭയങ്കര സ്പീഡിൽ കാണുന്നത്. ആക്ച്വലി ഇത്ര സ്പീഡിലൊന്നുമല്ല, ലൈറ്റായി വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ആ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കടായിൽ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 25 to 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ദേ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കാണ്. അപ്പോൾ ഇനി കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പല ഫ്ലേവേഴ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു നോക്കാം. ഞാൻ ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിലോ അല്ലെങ്കിൽ ഐക്കാർട്ടിലോ കൊടുക്കാം. ഇത് നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആയിട്ടുള്ള കേക്ക് കണ്ടില്ലേ, നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്, മിക്സ്ഡ് ഫ്ലേവേഴ്സ്. അപ്പോൾ മുകളിൽ പൈനാപ്പിളും താഴെ ചോക്ലേറ്റും ആണ്. നിങ്ങൾക്കിത് ഫ്ലേവേഴ്സൊക്കെ ഇൻ്റർചേഞ്ച് ഒക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. സോ ദേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലത്തെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒരു നോർമൽ സ്പഞ്ച് കേക്ക്. ഇപ്പോൾ കട്ട് ചെയ്ത് ഞങ്ങൾ കാണിച്ചത് കണ്ടോ, നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ജസ്റ്റ് ഒരു വാനില എസൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് ഈ കേക്ക് ഉണ്ടാക്കാം. 2 ഫ്ലേവേഴ്സ് ഒന്നുമില്ലാതെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഗ്ഗിൻ്റെ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇച്ചിരി ഹാർഡായിട്ട് ആ ബാറ്റർ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ലൈറ്റായിട്ട് ലൂസാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് ലൂസാക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇസ് ബൈ ഫ്രം ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ആൻഡ് ഓൾസോ ആ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.